ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേളിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവിതാംകൂർ രാജവംശം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. 2 രാജാക്കന്മാരെ പഠിച്ചു. ഇനി മൂന്നാമത്തെ രാജാവായ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ പഠിക്കാം. ഓക്കെ, അദ്ദേഹം 1798 മുതൽ 1810 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരി, അതുപോലെ ഏറ്റവും കുറച്ചു കാലം മാത്രം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് അധികം പോയിൻറ്റ്സ് ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ദിവാൻമാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവാൻമാരായിരുന്നു ഉമ്മിണി തമ്പിയും വേലുത്തമ്പി ദളവയും. അങ്ങനെയാണെങ്കിൽ വേലുത്തമ്പി ദളവ ജനിക്കുന്നത് കന്യാകുമാരിയിലെ കൽക്കുളത്ത് എന്ന സ്ഥലത്ത് തലക്കുളത്ത് വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1802 തിരുവിതാംകൂർ ദിവാനാകുന്നത്. അദ്ദേഹം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി എന്ന് ചോദിച്ചാലും വേലുത്തമ്പി ദളവയാണ്. അദ്ദേഹം വിളംബരം പുറപ്പെടുവിക്കുന്നത് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. ഇദ്ദേഹത്തെ തോൽപ്പിച്ച ഭരണാധികാരിയായിരുന്നു കേണൽ ലീഗർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഒരു PSC പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ പാതിരാമണൽ കൃഷിയോഗ്യമാക്കുന്നതും തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി കൊല്ലത്ത് ഹജൂർ കച്ചേരിയൊക്കെ സ്ഥാപിച്ചതും വേലുത്തമ്പി ദളവയാണ്. ഇദ്ദേഹം വീരമൃത്യു അടയുന്നത് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. 1809 അദ്ദേഹം വീരമൃത്യു പ്രാപിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശവശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കുന്നത് കണ്ണമ്മൂല എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇനി ഉമ്മിണിത്തമ്മീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാലരാമപുരം പട്ടണം പണികഴിപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്ഥാപകൻ. തിരുവിതാംകൂറിൽ പോലീസ് സേനയെ കൊണ്ടുവന്നതൊക്കെ ഉമ്മിണിത്തമ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേളിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവിതാംകൂർ രാജവംശം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. 2 രാജാക്കന്മാരെ പഠിച്ചു. ഇനി മൂന്നാമത്തെ രാജാവായ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ പഠിക്കാം. ഓക്കെ, അദ്ദേഹം 1798 മുതൽ 1810 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരി, അതുപോലെ ഏറ്റവും കുറച്ചു കാലം മാത്രം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് അധികം പോയിൻറ്റ്സ് ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ദിവാൻമാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവാൻമാരായിരുന്നു ഉമ്മിണി തമ്പിയും വേലുത്തമ്പി ദളവയും. അങ്ങനെയാണെങ്കിൽ വേലുത്തമ്പി ദളവ ജനിക്കുന്നത് കന്യാകുമാരിയിലെ കൽക്കുളത്ത് എന്ന സ്ഥലത്ത് തലക്കുളത്ത് വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1802 തിരുവിതാംകൂർ ദിവാനാകുന്നത്. അദ്ദേഹം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി എന്ന് ചോദിച്ചാലും വേലുത്തമ്പി ദളവയാണ്. അദ്ദേഹം വിളംബരം പുറപ്പെടുവിക്കുന്നത് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. ഇദ്ദേഹത്തെ തോൽപ്പിച്ച ഭരണാധികാരിയായിരുന്നു കേണൽ ലീഗർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഒരു PSC പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ പാതിരാമണൽ കൃഷിയോഗ്യമാക്കുന്നതും തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി കൊല്ലത്ത് ഹജൂർ കച്ചേരിയൊക്കെ സ്ഥാപിച്ചതും വേലുത്തമ്പി ദളവയാണ്. ഇദ്ദേഹം വീരമൃത്യു അടയുന്നത് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. 1809 അദ്ദേഹം വീരമൃത്യു പ്രാപിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശവശരീരം